പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. മോർണിംഗ് മന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ പുറപ്പാട് ദിവസം 16 അധ്യായം വരെ ഓരോ അധ്യായങ്ങൾ പഠിക്കാനിടയായിത്തീർന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ പഠിക്കാനിടയായിത്തീർന്നു. 17 അധ്യായത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയും. പാറയിലൂടെ ദൈവജനത്തിന് ദൈവം വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതും, കൂടാതെ ഒരു ആത്മയുദ്ധം, അമാലിയക്കരുമായിട്ടുള്ള ഒരു ആത്മയുദ്ധം. അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയാനായിട്ടിടയായിത്തീരും. മനസ്സിലാക്കണം, ഏതൊരു കാലഘട്ടത്തിലും ഒരു ദൈവ പൈതലിന് സ്പിരിച്വൽ ലെവലിൽ, അദൃശ്യ മേഖലയിൽ യുദ്ധമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആത്മയുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ പേഴ്സണൽ പ്രയർ. പ്രാർത്ഥന നിങ്ങളൊരു ആയുധമായിട്ട് എടുക്കാമെങ്കിൽ നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ പ്രസൻസ് നടക്കും, ദൈവസാന്നിധ്യം കൂടെ നടക്കും. സാധാരണ പ്രാർത്ഥനകളുണ്ട്, ആ കാര്യമല്ല ഞാൻ പറയുന്നത്. ആത്മയുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുടെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ദൈവമക്കളാണെങ്കിൽ അന്യഭാഷകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അന്യഭാഷ പാടാൻ കഴിയും, അന്യഭാഷയെ സംസാരിക്കാൻ കഴിയും, അന്യഭാഷ പ്രാർത്ഥിക്കാൻ കഴിയും. അതൊരു എക്സ്ട്രീം ലെവലാണ്, ഉന്നതമായൊരു തലമാണ് കേട്ടോ. ഈ ഭാഗം വെച്ച് പഠിക്കുവാണെങ്കിൽ കുന്നിൻ്റെ മുകളിൽ കയറുന്ന ഒരു ഉന്നതമേറിയൊരു ആത്മതലമാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന എന്ന് പറയും. മോശയ്ക്ക് അത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ യുദ്ധത്തിനായിട്ട് കയറുകയാണ്. ആമേൻ, സ്തോത്രം. അവിടെ ഒരു ദൈവപ്രവൃത്തി നമുക്ക് നടക്കുന്നത് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 2ാമത്തെ പ്രാർത്ഥന, വചനം ചൊല്ലിയുള്ള പ്രാർത്ഥന. വചനം, നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടായിരിക്കണം. വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടോ, പിശാച് നിങ്ങളെ പേടിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, വീര്യപ്രവൃത്തികൾ നടക്കുന്ന കണ്ടിട്ടുണ്ട്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നടക്കുന്ന കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന, നമുക്ക് ചെയ്യാനൊരു കഴിവില്ല, നമുക്ക് ചെയ്യാൻ ഒരു കഴിവുമില്ല. ദൈവം അത് ചെയ്യുന്നു, പക്ഷെ നമ്മളിലൂടെയാണ് കർത്താവ് അത് ചെയ്യുന്നത്. നമ്മൾ ആ സ്പിരിച്വൽ ടൂൾസ് ഉപയോഗിക്കും. 2 കാര്യം ഞാൻ പറഞ്ഞു. അന്യഭാഷ പ്രാർത്ഥിക്കുക, 2 വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. 3ാമത്തെയാണ് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. ശ്രദ്ധ, ഒരു വിഷയത്തിനകത്ത് നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റും. ഹല്ലേലൂയ. താഴെ കിടക്കുന്ന ആ തേങ്ങ എടുക്കുന്ന ലാഘവത്തിൽ മുട്ടുസൂചി എടുക്കാൻ പറ്റത്തില്ല. മുട്ടുസൂചി എടുക്കണം, കണ്ണ് നല്ലപോലെ പരതണം. തേങ്ങ തൊട്ട് അടുത്ത് കിടക്കുന്ന എടുക്കാൻ പറ്റും, പക്ഷേ മുട്ടുസൂചി എടുക്കാനായിട്ട് പറ്റത്തില്ല. വളരെ ജാഗ്രത. ചില കാര്യത്തിനകത്ത് ഇന്നലകളിൽ ജാഗ്രത ഇല്ലാതെ നിമിത്തം തലമുറയുടെ വിഷയത്തിനകത്ത് വന്ന ചില വിഷയങ്ങൾ, ജോലി മേഖലകളിൽ വന്ന ചില വിഷയങ്ങൾ, നന്മകളുടെ മേൽ വന്ന ചില വിഷയങ്ങൾ, ആത്മീയ ജീവിതത്തിൻ്റെ മേൽ വന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ബോധ്യപ്പെടുത്തി തരുമ്പോൾ മുഴങ്കാലുകളിൽ നെടുമ്പാട് വീണ് അപ്പാ തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് അനുഭവിച്ച് മടങ്ങി വരാമെങ്കിൽ ജാഗ്രതയുടെ, ഒരു ശ്രദ്ധയുടെ, പ്രാർത്ഥനയുടെ തലം ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിത്തരും. പോരാടി പ്രാർത്ഥിക്കണം. ചില വിഷയത്തിനകത്ത് അന്ധകാര മണ്ഡലങ്ങൾ ആത്മാവിൽ ഫൈറ്റ് ചെയ്ത് എപ്പപ്രാസിൻ പോരാടുന്ന ഒരു മനുഷ്യനാൽ, പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു മനുഷ്യൻ, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത് പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം ചൊല്ലിയുള്ള പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്. വചനം ചൊല്ലി പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, താഴ്ത്തി പ്രാർത്ഥിക്കണം. ഇതെല്ലാം പ്രാർത്ഥനയുടെ തലങ്ങളാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആത്മയുദ്ധത്തെക്കുറിച്ച്. ആത്മയുദ്ധത്തിൽ ദൈവം തരുന്ന ഒരു ടൂളാണ് ഹല്ലേലൂയ, പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടോ. ആ പ്രാർത്ഥനയാവുന്ന ടൂള് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ പിന്തുടരുന്ന ചില ശക്തികളെ ദൈവം ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമുണ്ട്. ഈ ഭാഗം നമ്മൾ നാളെ വീട്ടിൽ ചിന്തിക്കും. ഇന്ന് ദൈവം ഇടപെട്ട ദൂതിനെ 1 ഏറ്റെടുക്കാം. 1, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. 2, ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിക്കും. 3, ഞാൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. 4, പോരാടി ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും, മടുത്തു പോകാതെ പ്രാർത്ഥിക്കും, താഴ്ത്തി പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവസേനി പറ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സ്പിരിച്വൽ വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ട്, ആത്മയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ഞങ്ങൾക്ക് തരുന്ന പ്രാർത്ഥന എന്ന ടൂളിനായിട്ട് സ്തോത്രം. ഈ ആയുധങ്ങളെ ഉപയോഗിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും നമ്മുടെ കൃപ വ്യാപരിക്കും, നമ്മുടെ ബലം വ്യാപരിക്കും, നമ്മുടെ ശക്തി ചലിക്കട്ടെന്ന് പ്രാർത്ഥിക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.